അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നമ്മൾ ആ ഒരു 80-കളും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 93 വരെ ഒറ്റ പോക്കാണ് അല്ലേ? ഒരുപാട്. ഞാൻ 18 പടങ്ങളിലൊക്കെ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഒരു ദിവസം ഞാൻ 3 സിനിമയിൽ അഭിനയിച്ചു, ഓടി കിടന്ന് അഭിനയിച്ചു തിരുവനന്തപുരത്ത്. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഡൗൺ ആയി 93 പിന്നെ ഡൗൺ ആയി. പിന്നെ പ്രധാന കാര്യം ഞാൻ ഈ സർക്കാർ ജോലി ഇല്ലല്ലായിരുന്നു, അതിന് ലീവ് എടുത്തു പോകാൻ എനിക്ക് വിഷമം. കാര്യം എൻ്റെ ചോറതാണ്. അത് കാരണം ഞാൻ ദിവസം കൂടുതലുള്ളതെന്ന് ഞാൻ പോകത്തില്ല. ഒരു ദിവസമോ 2 ദിവസവും ഉള്ളതിനൊക്കെ പോകും. ഒരു സീൻ അഭിനയിച്ചായിരിക്കും ഞാൻ പോകും. കാര്യം നരേന്ദ്രപ്രസാദ് പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്, തുളസി താൻ ഈ പടങ്ങളിൽ ഇങ്ങനെ വിടരുത്, താൻ പോയി ശരിയായിട്ടൊക്കെ ദിവസങ്ങൾ കൊടുത്ത് അഭിനയിക്കണം. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റുന്ന ജോലിയുണ്ട്. നരേന്ദ്രപ്രസാദ് വന്ന എൻ്റെ പകരക്കാരനാണ്, അങ്ങനെ ചേർത്തുണ്ട്. എൻ്റെ ഒരു പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കയ്യും തലയും പുറത്തിട്ടതല്ല, പി ശ്രീകുമാറിൻ്റെ ഒരു പടത്തിൽ എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്കത് വരാൻ പറ്റിയില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ പി ശ്രീകുമാർ. അതെ, അദ്ദേഹം ഇപ്പോൾ ഇതാണ് സർക്കാരിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്കതിന് സെക്രട്ടറി, ഇപ്പോഴത്തെ പോസ്റ്റ് കമ്മീഷണർ, കോർപ്പറേഷൻ കമ്മീഷണർ, മുനിസിപ്പൽ കമ്മീഷണർ ടെസ്റ്റ് എഴുതി പാസ്സായി. ഇൻ്റർവ്യൂവിന് എന്നെ വെച്ചിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വെച്ചിരിക്കുന്ന ദിവസം ഈ സിനിമ ഉണ്ട്. ഞാൻ പറയും എനിക്ക് പുള്ളി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തിരുവമാർ മാറ്റത്തില്ല. അല്ല, അത് അങ്ങനെ വരാൻ എൻ്റെ സെറ്റ് വന്നാൽ പിന്നെ പോകാൻ പറ്റത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു എനിക്കിത് പോയേ പറ്റത്തുള്ളൂ. ഞാൻ കാറിനകത്ത് പൊക്കോളാം, അല്ലാതെ പറ്റത്തില്ലെന്ന്. ശരി, ഓക്കെ. 1000 രൂപ അഡ്വാൻസ് തന്നു, തിരിച്ചാൻ കൊടുത്തു. ഗുഡ് ബൈ.